ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് നല്ല ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനായിട്ട് കട്ടിംഗ് ബോർഡോ ഒന്നിൻ്റെയും തന്നെ ആവശ്യമില്ല കേട്ടോ. അത് ഐസ്ക്രീം സ്റ്റിക്ക് മാത്രം മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ചെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ കടലയൊക്കെ വാങ്ങാറുണ്ടല്ലോ, അതിൻ്റെ തൊണ്ടുള്ള കടല നമ്മൾ വാങ്ങാറുണ്ട്. നമ്മൾ എന്നിട്ട് പുഴുങ്ങി കഴിക്കുക ചെയ്യുക. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം ആയത് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ തോടൊന്ന് പൊട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് ഇതുപോലെയുള്ള നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ചിടാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇത് മാത്രം മതി കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു തോട് നമുക്ക് പൊട്ടി നമുക്ക് അതിനകത്തുള്ള കടല നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് കടലയൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ സ്വയം ഇതുപോലെ ഒന്ന് ആക്കി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ പനിക്കൂർക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല കിട്ടുമ്പോൾ നമ്മളത് കളയാതെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. കൈകൊണ്ട് നന്നായി ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ ജനലോരത്തോ അതുപോലെ കൗണ്ടർ ടോപ്പിൽ ഡൈനിങ് ടേബിളിൽ ഒക്കെ നമ്മളിതുപോലെ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ സിങ്കിൽ ഇതുപോലെ 1-2 ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് പാറ്റയും പല്ലിയൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഞാൻ ചേമ്പും തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീസണിലൊക്കെ നമ്മൾ ചേമ്പും തണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ടൈമാണ്. ചേമ്പ് നിന്ന് അതിൻ്റെ കിഴങ്ങൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന സമയമാണ്. അപ്പോൾ തണ്ട് നല്ലപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ തണ്ടെന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ അതിന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തോല് നമ്മളതിനെ അങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ പഴത്തിൻ്റെ തോല് വലിക്കുന്ന പോലെ നമുക്ക് കിട്ടും, ചില സമയത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോല് കളയാനായിട്ട് പീലർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പീലർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി തന്നെ അതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, കത്തിയിലാവുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പകുതിയും ചേമ്പും തണ്ട് പകുതിയും പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ പീലർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോല് ഫുള്ളായി തന്നെ നമുക്ക് കളയാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇത്രയും സിമ്പിളായി തന്നെ നമുക്ക് അതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു തണ്ട് മുഴുവനായി തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനെ ഒരുപാട് കുഞ്ഞതാക്കിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു വലുപ്പത്ത് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സീസണിൽ കിട്ടുന്ന നമുക്കൊരു വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മക്കൾക്കാണെങ്കിലും ഇത് പഴമക്കാരൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു സീസണിൽ വെച്ച് കഴിക്കാറുള്ളതാണ് കേട്ടോ. ഇത് തോരൻ ഉണ്ടാക്കും, പല തരത്തിലുള്ള റെസിപ്പീസ് നമുക്കിതിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലോണം തന്നെ ഒരു 10-15 ചെറിയുള്ളിയും അതുപോലെ പച്ചമുളകുമാണ് കേട്ടോ. ഒരു 6-7 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ചേമ്പും തണ്ട് നന്നായി ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ നന്നായി ഒന്ന് കൈ കൊണ്ടുവന്ന് അതിൻ്റെ വെള്ളം എല്ലാം തന്നെ ഒന്ന് അമർത്തി പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ടോ. നമ്മളിതുപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്താൽ അല്ലാണ്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു ചേമ്പും തണ്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായി തന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടെ കൂടി പോയിട്ടുണ്ട് കേട്ടോ.
കാരണം ഇതൊന്നും ഒരു വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നല്ലോണം ശരിക്കും ഒരു 1.5 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഒന്ന് മൂടി വയ്ക്കുക. അത് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു നല്ലൊരു പച്ചമണം ഉണ്ടല്ലോ അത് പോകും കേട്ടോ. നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ചൂട് ചോറിനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചു പോകും, അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ചേമ്പും തണ്ട് കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും തന്നെ വേണ്ട. ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമ്മളതുപോലൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരിപ്പ് മൈസൂർ ദാൽ എന്നാണ് ഇതിന് പറഞ്ഞു മേടിക്കുക. ഇതിന് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 2 തിള തിളയ്ക്കുമ്പോഴേക്കും തന്നെ നല്ലോണം വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഒരു 4 പച്ചമുളകും 2 ചെറിയുള്ളിയും അതുപോലെ 2 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു തക്കാളിയും നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് വേവിക്കുക കേട്ടോ. കുറച്ച് സമയം തന്നെ വേണ്ടി വരുള്ളൂ. 1-2 തിള വരുമ്പോഴേക്കും തന്നെ ഈ പരിപ്പ് നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ഇത് കുറച്ച് സമയം ആകുമ്പോഴേക്കും തന്നെ അത് നന്നായി നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പ് വെന്തതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളിതുപോലെ ചേമ്പും തണ്ട് തന്നെയാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് എടുത്തതിന് ശേഷം നന്നായി ഒന്ന് കഴുകി എടുത്തിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു കറിയൊക്കെ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യം ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഇതും കറിയാണെങ്കിലും അത് ആ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും, ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുന്നില്ല. കാരണം നമുക്കിതൊന്ന് വെള്ളം ഈ ഒരു ചേമ്പും തണ്ട് നിന്ന് തന്നെ വെള്ളം നമുക്ക് കുറച്ചിങ്ങനെ വന്നോളും. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേകാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു പിടി അളവിൽ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ജീരകം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി തന്നെ നമ്മളതൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഈ കൂട്ടെല്ലാം തന്നെ നന്നായി ഒന്ന് വെന്തു. അപ്പോൾ ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ നമ്മളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു 1/4 ഗ്ലാസ്സോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു ജാറിലൊന്ന് ഇതാക്കിയതിന് ശേഷം ആ ഒരു വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കുക ചെയ്യണത് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഏകദേശം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ ഒരു ചേമ്പും തണ്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ കുറേ നല്ല റെസിപ്പീസൊക്കെ തയ്യാറാക്കി നോക്കുക. വളരെ ഹെൽത്തിനും വളരെ നല്ലതാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെയുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് മാത്രം മതി കേട്ടോ. കട്ടിംഗ് ബോർഡിൻ്റെ ഒന്നും തന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പം ഞാനിവിടെ ആദ്യം ഇപ്പോൾ നമ്മളിതുപോലെ കത്തി കൊണ്ടൊക്കെയാണ് നമ്മൾ കട്ടിംഗ് ബോർഡൊന്നും ഇല്ല. ഇപ്പോൾ ചെറിയ ഉള്ളി ഒക്കെ നമ്മൾ എന്താണെങ്കിലും ഇതുപോലുള്ള കത്തി യൂസ് ചെയ്തിട്ട് നമ്മൾ മുറിക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ വിരലിൻ്റെ ഭാഗമൊക്കെ മുറിയും. അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാനായിട്ട് ഞാനിതുപോലെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഞാനിതുപോലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത്രയ്ക്ക് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ വിരൽ പത്തിയിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മളിതിലേക്ക് റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്ര സ്പീഡിൽ കട്ട് ചെയ്താലും നമ്മുടെ കൈ മുറിയുന്ന പ്രശ്നവും നമുക്ക് വരില്ല. എത്ര വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സവോള കട്ട് ചെയ്യുക, എന്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ ക്യാരറ്റാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്കിത് കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കിത് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വലത് കൈയിലെ വിരലിലാണ് നമ്മൾ ഇതുപോലെ ആക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിനെ നമുക്ക് ഇടത് കൈയിലെ വിരലിലേക്ക് ആക്കി, ഓരോരുത്തരും ഓരോ വശത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇടത് കൈയിലാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണതെങ്കിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വിരലിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. നല്ല
കട്ടിംഗ് ബോർഡിൻ്റെ ഒന്നും തന്നെ നമുക്ക് ആവശ്യം വരില്ല. പിന്നെ നമ്മുടെ കയ്യിൽ തട്ടി മുറിയും എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കളുടെ കയ്യിലാണെങ്കിലും ഈ ഒരു രീതിയിലാക്കി കൊടുത്തിട്ട് അവരോട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് കട്ട് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എന്തായാലും മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എപ്പോഴും ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യാനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം. നമ്മൾ മത്തിയൊക്കെ അതുപോലെ ചെറിയ മീനൊക്കെയാണ് നമ്മൾ നേരാക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ തലഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മീനിൻ്റെ മുള്ള് തട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ മീനുകളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്തും നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. നിങ്ങൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.